അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രിയാവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാബറേ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിൽ വന്ന കുറച്ച് കമന്റ്സുകൾ ഞാൻ കാണിക്കാം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. കാരണം ഇത്രയ്ക്കും മോശം കമന്റ്സുകളായിരുന്നു വന്നത്. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. പ്രദീപ് ജേക്കബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ എഴുതിയിട്ടുണ്ട്, എന്താ ഉറക്കം വരുന്നു. ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ക്യാഷ് ഉണ്ടാക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ് പറയുന്നത്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഒരു സന്തോഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ എഴുതിയിരിക്കുന്നതാണ്, തൂക്കിയല്ലോ നാദാ. ആ ചേച്ചിയോട് ഏതോ ഒരുത്തൻ തുണി ഉരിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. ഒറ്റ കീറി വെച്ചവരും കേട്ടാ, കള്ളും കുടിച്ചോണ്ട് പോക്കണങ്ങോട് പറയുന്ന പന്നി. അതിന് യാതൊരു കുഴപ്പവുമില്ല. ചെരുപ്പും പപ്പാസും പാൻറ്റുമായിട്ട് നടന്നാ മതി. ഡീസന്റ് ജെന്റിൽമാൻ, വിവരം കേട്ടോമാര്. ആഹാ, എന്നാ ഞാൻ കുറിച്ച് ഒരു വീഡിയോ ഇടാൻ പോവാ. പ്ലീസ് ഗൈസ് സപ്പോർട്ട് മീ. ഇതൊക്കെയാണ് ട്രെൻഡിങ് തോന്നുന്നത്. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ സേതു വിഎം എനിക്ക് വലിയത് വേണം. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഈ ചേട്ടന് വലിയത് വേണം എന്നാണ് പറയുന്നത്. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. അടുത്തത് ഗൗതം PMS, കപ്പുള്ളതുണ്ടോ ചിരട്ട പോലത്തെ. കൊച്ചു വെളുപ്പാൻ കാലത്തോരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണെന്ന് അറിഞ്ഞപ്പോഴേ വിവരം കേട്ടവനാണെന്ന് അറിയാമായിരുന്നു. ഗൗതം PMSന് ചിരട്ട പോലത്തെ ഉള്ളതാണ് വേണ്ടതെന്ന് തോന്നുന്നു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഇത് നമ്മുടെ ഫോട്ടോ ഗാലറി ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണോ എന്തോ അറിയില്ല. ഒന്ന് ഊരി കാണിക്കുമോ ചരക്കേ. അടുത്ത നമ്മുടെ ഷമീർ റസ്ല കമന്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ വല്ല മെഷീൻസും ഉണ്ടോ, ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തൂ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കം. അടുത്ത നമ്മുടെ ബാഡ് ബോയ്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ട് സൈസ് ഇടുന്ന അന്ന് വരാം. അതിന് 20 ലൈക്ക് ഉണ്ട് കേട്ടോ. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. നിങ്ങളുടെ ഡ്രസ് ഊരിയിട്ട നിങ്ങൾക്കൊന്നും നല്ല രീതിയിൽ വീഡിയോ കാണിച്ചു തരുമോ? എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സൈസ് വ്യത്യാസം വരൂലേ? അന്യമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ചേച്ചിക്ക് ഇട്ട ബ്രാ ഊരിയിട്ട് മേടിച്ചത് ഒന്ന് ഇട്ട് കാണിക്കായിരുന്നു. തനിക്ക് രാവിലെ ഈ നാറിയ കഥകളല്ലാതെ നല്ല വർത്താനം ഒന്നും പറയാനില്ലേ? എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. ജാഫർ എപ്പോഴും ആദ്യത്തെ കമന്റ് വായിക്കാം. ചേച്ചി ഇത് ഇട്ട് കാണിക്കും എന്ന് വിചാരിച്ച് ഫുൾ വീഡിയോ കണ്ട് സഫിയായി. ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു 1-ാം തരം പിഴയാ.